ഈശോയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആത്മീയ വചന ചിന്തകൾ എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈബിളിൽ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്കെതിരായി ഓരോ വ്യക്തികളും പാപം ചെയ്യുമ്പോൾ, അല്ലെ ദൈവകൽപ്പനയുടെ ലംഘനമാണ് പാപം. ആ പാപം ചെയ്തപ്പോൾ പ്രപഞ്ചത്തിന് വരുന്ന മാറ്റം, അതാണ് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് ഇന്ന് കേൾക്കുന്നത്. ദൈവം ആദത്തോടും ഹവ്വായോടും പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ പഴം നിങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ ഇതിലൊരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. നമുക്കറിയാം, അത് വായിച്ചു വരുമ്പോൾ അവർ ആ പഴം ഭക്ഷിക്കുന്നു. ഭക്ഷിച്ച ശേഷം ഈശോ വരുമ്പോൾ ഒന്ന് പ്രലോഭിപ്പിച്ച വ്യക്തിക്കും അത് ചെയ്ത സ്ത്രീക്കും അത് കൂട്ടുകൊടുത്ത ആ പഴം കൊടുത്ത ആദത്തിനും 3 പേർക്കും പാപത്തിന്റെ ശിക്ഷ അവിടെ പറയുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് തന്നെ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുമ്പോൾ, അല്ലെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ട ഒരു വ്യക്തി ഈ ലോകത്തിൽ ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, കുടുംബത്തിലിരുന്ന് ലംഘിക്കുമ്പോൾ അതിന് പരിണിത ഫലമുണ്ട്. അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് പ്രലോഭിപ്പിച്ച വ്യക്തി, പാപം ചെയ്ത വ്യക്തി, അതിന് കൂട്ടുനിന്ന വ്യക്തി, അല്ലെ ആ പാപത്തിന്റെ വസ്തു കൊടുത്ത വ്യക്തി, 3 പേർക്കും ശിക്ഷ കടന്നു വരികയാണ്. അപ്പോൾ നമ്മളറിയണം, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന പാലിക്കേണ്ട ഒരു വ്യക്തി ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതിനെല്ലാം വിരുദ്ധമായ പ്രതിഭാസങ്ങൾ കടന്നു വരും. ഇവിടെ ആദത്തോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 17-ാം തിരുവചനം. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലാകാം, സമൂഹത്തിലാകും, അതനുസരിച്ച് അവൻ പാപം ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മാറ്റമുണ്ടാകുന്നുണ്ട്. നീ മൂലം ഈ പ്രപഞ്ചത്തെ മാറ്റാൻ സാധിക്കും. നിന്റെ പാപത്തിന് ഈ പ്രപഞ്ചത്തിന്റെ ഘടനയെ മാറ്റാൻ സാധിക്കും. കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. അപ്പോൾ അവൻ വിശുദ്ധി ജീവിക്കേണ്ട, അവൻ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കേണ്ട. ഈ ലോകത്തിലേക്ക് എത്രമാത്രം പാപം പെരുകുന്നുവോ, യുവജനങ്ങളുടെ ഇടയിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിൽ, സഭയിൽ ദൈവത്തെ മറുതലിക്കുന്നത് ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിലെ പ്രകൃതിക്ഷോഭങ്ങള്, മാരക രോഗങ്ങള് കടന്നു വന്നുകൊണ്ടിരിക്കും. കാരണം എന്നാ? മനുഷ്യൻ മുഖാന്തരം പാപം. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വചനം കാണുന്നുണ്ട്. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. എന്താണ് ഇവിടെ പറയുന്നത്? വെറുതെ പൊടിയിൽ നിന്നല്ല ഓരോ പ്രശ്നം ഉണ്ടായി വരുന്നത്, അതിനെല്ലാം ഒരു കാരണമുണ്ട്. നമുക്കറിയാം, മോശയെ അയക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ദൈവത്തിന്റെ വാക്കാണ് ഫറവോയോടും ആ രാജ്യത്തോടും മോശ പറയുന്നത്. പക്ഷെ ഫറവോയും ആ രാജ്യവും ദൈവത്തിന്റെ വാക്ക് നിഷേധിക്കുമ്പോൾ അതനുസരിച്ചുള്ള ഓരോ സമയത്തും അവരുടെ രാജ്യം പല പീഡകളിലൂടെ കടന്നു പോകും. മഹാമാരിയായിരിക്കാം, അല്ലെങ്കിൽ വെട്ടികളിൽ വ്യാപിക്കുന്നതായിരിക്കാം. ഓരോ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുമ്പോഴത്തേനും ആ രാജ്യത്തിന് പല പല പ്രശ്നങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ ലോകത്തിലുള്ള എല്ലാ മക്കളും ലോകത്തിൽ ഇപ്പൊ മീഡിയയിലൂടെ, മാധ്യമത്തിലൂടെ എല്ലാ പാപം, പ്രത്യേകിച്ച് ജഡിക പാപങ്ങള്, ഈ വ്യഭിചാരത്തിന്റെ ആസക്തി യുവതി യുവാക്കളുടെ ഇടയിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നേരത്തെ കുഞ്ഞുങ്ങൾ ഇപ്പം വളർന്നു വരുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലോകത്തിന്റെ അധികാരി ഒരുക്കി കൊടുക്കുകയാണ്. ഈശോ പറഞ്ഞു, ഈ ലോകത്തിന് അധികാരിയുണ്ട്. പാപം എവിടെയും പ്രസരിക്കുമെന്ന് കണ്ടോണം. പ്രപഞ്ചം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറും. കാരണം പാപമാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മനുഷ്യരും ഉണ്ടാകണം എന്ന് പറയുന്നത്. ദേവാലയത്തിൽ ഇരുന്ന്, കുടുംബത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകം ചെയ്യുന്ന
പാപത്തിന്റെ മേല്, ദൈവ നിഷേധത്തിന് മേൽ, ദൈവ ഭയമില്ലാത്തതിന്റെ മേല് കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ടാകണം. എങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് മാറ്റമുണ്ടാവൂ. നമുക്കറിയാം, നമ്മൾ അറിയാതെ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എത്രയോ പേര് ദൈവം ആ രാത്രിയും പകലും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി നിർത്തുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇതുപോലെ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലവർക്ക് മധ്യസ്ഥം വഹിക്കുവാനുള്ള കൃപ കൊടുത്ത് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പരിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും ലോകം നിന്നു പോകുന്നത്. ഈ ലോകത്തിലേക്ക് പ്രശ്നങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇതെല്ലാം ദൈവം തരുന്നതാന്ന്. ദൈവം ചെയ്യുന്ന പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഇതെല്ലാം കടന്നു വരുന്നത്. പാപം വർദ്ധിക്കുമ്പോൾ ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകും. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ ദേശത്തിന് വേണ്ടിയും നിന്നെ അറിയുന്നു എന്ന് ഭാവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിന്റെ എല്ലാ തിന്മകൾക്കെതിരെ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധി അമ്മയെ, അമ്മ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.